വളരെ നിരാശാജനകമായി. അവൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു, സ്വയം ശ്വസിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു, ഭക്ഷണം കഴിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ചേച്ചി കൃപാസനത്തിലെ കാര്യം എന്നോട് പറഞ്ഞു. എവിടെയാണ് കൃപാസനമെന്ന്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒന്നും അറിയില്ലായിരുന്നു. എന്തായാലും അനുജത്തി എറണാകുളത്താണ്, അവളെയും കൂട്ടി ഞങ്ങൾ ഇവിടെ വന്നു. നവംബർ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അച്ഛനെ കണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഓർത്തിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, അമ്മയുടെ അടുത്ത് കരഞ്ഞ് എല്ലാ വിവരം പറഞ്ഞു. അനുജത്തിക്ക് ഭർത്താവ് 3 കുഞ്ഞുങ്ങളും ഖത്തറിലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഇവിടുത്തെ ലേപനം പുരട്ടി, ഞങ്ങൾ തൈലം നീരാൽ പുരട്ടി, തേൻ നാവിൽ കൊടുത്തു. നാവിൽ വരുന്നതിന് മുമ്പ് തന്നെയാണ് വാ തുറന്നപ്പോൾ ആ നാവിൽ 3 കത്തി കൊണ്ട് വെട്ടിക്കീറിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ 3 മുറിവുകൾ ആ നാവിലുണ്ടായിരുന്നു. ഒരു ഡോക്ടേഴ്സും ഒരു നഴ്സസും ഞങ്ങളോട് പറഞ്ഞില്ല അത്തരമൊരവസ്ഥ അവൾക്കുണ്ടായിരുന്നു.